ഇറാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്ന സുപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് അറബിക്കടലിൽ ഇന്ത്യൻ ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരഗാച്ചി ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ന്യൂഡൽഹിയിലെത്തിയ അതേ സമയത്താണ് ഇത്തരമൊരു സംഭവം നടന്നതെന്നത് നയതന്ത്ര ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട്. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാകുന്ന ഈ നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ആശങ്കകൾക്കാണ് വിത്തിട്ടിരിക്കുന്നത്. ഗുജറാത്തിലെ ദേവഭൂമി ദ്വാരക ജില്ലയിലെ സലായ തുറമുഖത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഹാജി അലി എന്ന കപ്പലാണ് ബുധനാഴ്ച പുലർച്ചെ ആക്രമണത്തിനിരയായത്. സൊമാലിയയിൽ നിന്ന് കന്നുകാലികളുമായി ഷാർജയിലേക്ക് പോവുകയായിരുന്നു ഈ കപ്പൽ. ഒമാൻ തീരത്തെ ലിമയ്ക്ക് സമീപം വെച്ചാണ് കപ്പലിന് നേരെ അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായത്. സമുദ്ര വ്യാപാര പാതകളിൽ സമാധാനപരമായി സഞ്ചരിച്ചിരുന്ന ഒരു കൊച്ചു കപ്പലിന് നേരെയുണ്ടായ ഈ ആക്രമണം ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. പുലർച്ചെ ഏകദേശം 3:30 കടലിൽ നടുക്കുന്ന സ്ഫോടന ശബ്ദം മുഴങ്ങിയത്. കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണമോ മിസൈൽ ആക്രമണമോ നടന്നതായാണ് പ്രാഥമിക നിഗമനം. തിരിച്ചറിയപ്പെടാത്ത ഒരു സ്ഫോടക വസ്തു കപ്പലിൽ വന്നിടിച്ചതോടെ വൻ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ ആടിപ്പടർന്ന തീ നിയന്ത്രണാതീതമായതോടെ കപ്പലിന്റെ എഞ്ചിൻ പ്രവർത്തനരഹിതമാവുകയും കപ്പലിന്റെ സന്തുലിതാവസ്ഥ പൂർണ്ണമായും നഷ്ടപ്പെടുകയും ചെയ്തു. അപകടം നടന്നയുടൻ തന്നെ കപ്പലിൽ ഉണ്ടായിരുന്ന 14 ഇന്ത്യൻ ജീവനക്കാരും ജീവൻ രക്ഷിക്കാനുള്ള കഠിന ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കപ്പൽ സാവധാനം കടലിലേക്ക് താഴാൻ തുടങ്ങിയതോടെ നാവികർക്ക് കപ്പൽ ഉപേക്ഷിക്കേണ്ടി വന്നു. ഗുജറാത്ത് സ്വദേശികളായ ഈ നാവികർ കടലിൽ നേരിട്ടത് സമാനതകളില്ലാത്ത ഭീതിയുടെ നിമിഷങ്ങളായിരുന്നു. എങ്കിലും ഒമാൻ അധികൃതരുടെയും മറ്റ് രക്ഷാപ്രവർത്തകരുടെയും സംയോജിതമായ ഇടപെടൽ വലിയൊരു ദുരന്തമാണ് ഒഴിവാക്കിയത്. കപ്പലിൽ ഉണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരെയും സുരക്ഷിതമായി രക്ഷിക്കാൻ സാധിച്ചു എന്നത് മാത്രമാണ് ഈ സംഭവത്തിൽ ആശ്വാസം നൽകുന്ന ഏക കാര്യം. കപ്പൽ പൂർണ്ണമായും കടലിൽ മുങ്ങിപ്പോയില്ലെങ്കിലും ജീവനക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട് മാത്രമാണെന്ന് രക്ഷാപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു. സലായ തുറമുഖത്തെയും ഗുജറാത്തിലെ തീരദേശ ഗ്രാമങ്ങളിലെയും ഈ വാർത്ത ഏറെ പരിഭ്രാന്തിയിലാഴ്ത്തിയിട്ടുണ്ട്. ഹാജി അലി എന്ന ഈ കപ്പൽ കാലങ്ങളായി ഈ മേഖലയിൽ വ്യാപാരം നടത്തി വരുന്നതായിരുന്നു. പ്രധാനമായും കന്നുകാലികളെ കയറ്റിക്കൊണ്ടുപോകുന്ന ഇത്തരം കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് അസാധാരണമാണ്. മേഖലയിലെ സംഘർഷങ്ങളിൽ യാതൊരു പങ്കുമില്ലാത്ത സാധാരണ ചരക്ക് കപ്പലുകൾ ലക്ഷ്യമിടുന്നത് ഗൾഫ് മേഖലയിലെ സമുദ്രപാതകൾ സുരക്ഷിതമല്ല എന്ന വലിയ സന്ദേശമാണ് നൽകുന്നത്. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സംഭവത്തിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നും അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ലംഘനമാണിതെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യൻ നാവികരുടെ സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ലെന്ന നിലപാടിലാണ് കേന്ദ്ര സർക്കാർ. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ കുറിച്ച് ഇന്ത്യ വലിയ ആശങ്കയാണ് പ്രകടിപ്പിച്ചത്. ചെങ്കടലിലും ഏതൻ കടലിടുക്കിലും മാസങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾ ഇപ്പോൾ ഒമാൻ തീരത്തേക്കും വ്യാപിക്കുന്നു എന്ന സൂചനയാണ് ഈ സംഭവം നൽകുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ശക്തികളെ കണ്ടെത്താൻ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമുദ്ര സുരക്ഷ സാമ്പത്തിക ഭദ്രതയുമായി നേരിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ സന്ദർശന വേളയിൽ തന്നെ ഇത്തരമൊരു സ്ഫോടനം നടന്നത് യാദൃച്ഛികമാണോ അതോ ബോധപൂർവം ആസൂത്രണം ചെയ്തതാണോ എന്ന സംശയം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. പശ്ചിമേഷ്യയിലെ ശക്തികൾ തമ്മിലുള്ള പ്രച്ഛന്ന യുദ്ധത്തിന്റെ ഇരയായി സാധാരണ കപ്പലുകൾ മാറുന്നത് ആശങ്കാജനകമാണ്. ഇത്തരം ആക്രമണങ്ങൾ ഇന്ത്യയും മറ്റു പശ്ചിമേഷ്യൻ രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെ സാരമായി ബാധിച്ചേക്കാം. കടൽ കൊള്ളക്കാരുടെ സാന്നിധ്യമുള്ള മേഖലയാണെങ്കിലും ഇതൊരു കൃത്യമായ സൈനിക സ്വഭാവമുള്ള ആക്രമണമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഉപയോഗിച്ച ആയുധങ്ങളുടെ സ്വഭാവം നോക്കുമ്പോൾ ഇത് വെറുമൊരു കൊള്ളയല്ല, മറിച്ച് കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള ആക്രമണമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ ഈ മേഖലയിൽ സമീപകാലത്ത് വർദ്ധിച്ചു വരികയാണ്. കപ്പൽ മുങ്ങിയതോടെ അതിലുണ്ടായിരുന്ന ചരക്കുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. സാമ്പത്തികമായി കപ്പൽ ഉടമകൾക്കും വ്യാപാരികൾക്കും ഇത് വലിയ തിരിച്ചടിയാണ്. ഇതിനു പുറമെ കടലിൽ കപ്പൽ മുങ്ങിയത് പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുമോ എന്ന കാര്യവും അധികൃതർ നിരീക്ഷിച്ചു വരികയാണ്. കപ്പലിലെ ഇന്ധനവും മറ്റും കടലിൽ കലരുന്നത് സമുദ്രജീവികൾക്ക് ഭീഷണിയായേക്കാം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇതുവരെ ആരും ഏറ്റെടുത്തിട്ടില്ല.
മേഖലയിലെ ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ വിവിധ സായുധ ഗ്രൂപ്പുകൾക്ക് നേരെ സംശയമുന നീളുന്നുണ്ട്. എങ്കിലും ഔദ്യോഗികമായ സ്ഥിരീകരണം വരുന്നതുവരെ ഇന്ത്യ അതീവ ജാഗ്രത പാലിക്കുകയാണ്. സമുദ്രപാതകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന കൂടുതൽ കപ്പലുകളെ മേഖലയിൽ വിന്യസിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇറാൻ വിദേശകാര്യമന്ത്രി അരകാച്ചിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഈ വിഷയം ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. ജബാഹർ തുറമുഖം ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പദ്ധതികളിൽ സഹകരിക്കുന്ന ഇരു രാജ്യങ്ങളും സമുദ്ര സുരക്ഷ ഉറപ്പാക്കുന്നതിൽ യോജിച്ച നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ബ്രിക്സ് കൂട്ടായ്മയിലെ മറ്റു രാജ്യങ്ങളും ഈ സംഭവത്തെ ഗൗരവത്തോടെയാണ് കാണുന്നത്. വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത്. ആഗോള വ്യാപാരത്തിന്റെ നട്ടെല്ലായ സമുദ്രപാതകൾ യുദ്ധക്കളമാകുന്നത് ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കും. ഹാജി അലി കപ്പലിന് നേരെയുണ്ടായ ആക്രമണം ഒരു മുന്നറിയിപ്പാണ്. സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കാൻ പുതിയ സുരക്ഷാ പ്രോട്ടോകോളുകൾ രൂപീകരിക്കേണ്ടി വരുമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ സംഭവം ഇന്ത്യൻ നാവികരുടെ ധീരതയെയും മനക്കരുത്തിനെയും കൂടി വിളിച്ചോതുന്നതാണ്. മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങളിലും പതറാതെ പ്രവർത്തിച്ച ജീവനക്കാർ അഭിനന്ദനം അർഹിക്കുന്നു. ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാനും ശക്തമായ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ തീരുമാനം. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.